സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. 54 വർഷങ്ങൾക്ക് ശേഷം ഭൂമിയുടെ ഒരു ചിത്രം വീണ്ടും മനുഷ്യൻ എടുത്തിരിക്കുന്നു അല്ലേ. ഇതിനു മുന്നേ 1972 അപ്പോളോ 17 മിഷനിലായിരുന്നു ലാസ്റ്റ് ഭൂമിയുടെ ചിത്രം പകർത്തിയിട്ടുള്ളത്. അപ്പോളോ 17 കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ 11th ആൻഡ് ഫൈനൽ ക്രൂഡ് മിഷൻ ഓഫ് നാസ അപ്പോളോ പ്രോഗ്രാം. നമുക്കറിയാം അല്ലേ, മനുഷ്യരാശി ആദ്യമായിട്ട് ചന്ദ്രനിൽ കാല് കുത്തിയെത്തിയിട്ടുള്ളത് 1969 അപ്പോളോ 11 മിഷനിലാണ്. നെയിൽ ആംസ്ട്രോങ് ഇസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു ലാൻഡ് ഓൺ മൂൺ അല്ലേ. നമ്മളെല്ലാവരും കേട്ടിട്ടും അതേപോലെ ഒരുപാട് വിവാദമായൊരു മിഷനായിരുന്നു അത്. അതിനുശേഷം അപ്പോളോ സീരീസിലെ ഫൈനലായിട്ടുള്ള 11th മിഷനാണ് ഈ അപ്പോളോ 17. അന്നെടുത്ത പിക്ചറും അതേപോലെ റീസെൻ്റ് ആയിട്ട് നാസൻ്റെ ആർട്ടിമിസ് 2 മിഷനിലെടുത്ത ഭൂമിയുടെ പിക്ചറാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ. ഈ രണ്ട് ഭൂമിയുടെ പിക്ചേഴ്സ് കമ്പയർ ചെയ്തിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സംസാര വിഷയം നടക്കുന്നത്. ബേസിക്കലി രണ്ട് ക്യാമറയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. രണ്ട് ആംഗിൾ നിന്നാണ് ഭൂമിയുടെ ഫോട്ടോസ് എടുത്തിട്ടുള്ളത്. മനുഷ്യരാശി എന്തായാലും ഭൂമിക്ക് ഒരുപാട് ഡിസ്ട്രക്ഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കറിയാം. എന്നാൽ പോലും രണ്ട് ആംഗിളും അതേപോലെ രണ്ട് ക്യാമറ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോളോ 17 കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ മോസ്റ്റ് റീസെന്റ് മിഷൻ വെൻ ദ ആസ്ട്രോണറ്റ്സ് ലാൻഡ് ഓൺ മൂൺ. ഏറ്റവും റീസെൻ്റ് ആയിട്ട് മനുഷ്യരാശി ചന്ദ്രനിൽ ലാൻഡ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് അപ്പോളോ 17. അതേപോലെ അപ്പോളോ സീരീസിലെ ലാസ്റ്റും അതേപോലെ 11th മിഷനാണ് അപ്പോളോ 17 എന്ന് പറയുന്നത്. അപ്പോളോ 17 കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ December 7th മുതൽ December 19th വരെയായിരുന്നു ആ ഒരു മിഷൻ്റെ ടൈം ലൈന്. ഇതിൽ 3 ആസ്ട്രോണറ്റ്സ് ആണ് അന്ന് മൂണിലോട്ട് പോയത്. അതിൽ കമാൻഡർ ആയിട്ടുള്ള ജീൻ സർനാനും അതേപോലെ ലൂണർ മൊഡ്യൂൾ പൈലറ്റ് ആയിട്ടുള്ള ഹൈസൺ ആണ് അന്ന് മൂണിൽ വാക്ക് ചെയ്തിട്ടുള്ളത്. വൈൽ കമാൻഡ് മൊഡ്യൂൾ പൈലറ്റ് റൊണാൾഡ് അന്ന് മൂൺ ഓർബിറ്റാ ചെയ്തിട്ടുള്ളത്. ദ ഫസ്റ്റ് എവർ ജിയോളജിസ്റ്റ് ടു ലാൻഡ് ഓൺ മൂൺ ഈസ് ജീൻ സർന. അപ്പോളോ സീരീസിന് ശേഷം റീസെൻ്റ് ആയിട്ടുള്ള നാസയുടെ മൂൺ പ്രോഗ്രാമാണ് ആർട്ടിമിസ്. ഇതിൽ ആർട്ടിമിസ് 1, ആർട്ടിമിസ് 2, ആർട്ടിമിസ് 3 ഉണ്ട്. ആർട്ടിമിസ് 1 ഓൾറെഡി കഴിഞ്ഞതാണ്. ആർട്ടിമിസ് 1 എന്താ വെച്ചാൽ ഇതിൽ ക്രൂ മെമ്പേഴ്സ് ആരും ഇല്ലായിരുന്നു. സ്പേസ് ക്രാഫ്റ്റും അതേപോലെ ആസ്ട്രോണറ്റ്സിനെ വഹിക്കുന്ന ഓറിയൻ പേടകവും ഭൂമിയിൽ നിന്ന് സഞ്ചരിച്ച് ചന്ദ്രനെ ഓർബിറ്റ് ചെയ്ത് തിരിച്ച് ഭൂമിയിലോട്ട് ലാൻഡ് ചെയ്യുന്ന ഒരു സക്സസ്ഫുൾ മിഷനായിരുന്നു ആർട്ടിമിസ് 1. ഈ ആർട്ടിമിസ് 1 സക്സസ്ഫുൾ ആയപ്പോഴാണ് ആർട്ടിമിസ് 2 നാസ കണ്ടക്ട് ചെയ്തത്. ആർട്ടിമിസ് 2 ലോഞ്ച് ചെയ്തത് April 1 അതിൽ ആസ്ട്രോണറ്റ്സിനെ വഹിച്ചു കൊണ്ടുള്ള പേടകത്തിൻ്റെ പേരാണ് ഓറിയോൺ. ഇതൊരു 10 ദിവസത്തെ മിഷനാണ് ആർട്ടിമിസ് 2 എന്ന് പറയുന്നത്. 10 ദിവസത്തിനുള്ളിൽ ഈ 4 ആസ്ട്രോണറ്റ്സ് ഭൂമിയിൽ നിന്ന് പോയിട്ട് മൂണിനെ ചുറ്റി തിരിച്ച് ഭൂമിയിൽ തന്നെ ലാൻഡ് ചെയ്യും. ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ആർട്ടിമിസ് 2 മിഷനിൽ അവർ മൂണിൽ ലാൻഡ് ചെയ്യുന്നില്ല. ക്രൂ മെമ്പേഴ്സ് ആസ്ട്രോണേഴ്സ് മൂണിനെ ചുറ്റി തിരിച്ച് ഭൂമിയിലോട്ട് വന്ന് ലാൻഡ് ചെയ്യും. ഇത് സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ മാത്രമേ അവർ ആർട്ടിമിസ് 3 എന്ന മിഷനിലേക്ക് പോവുള്ളൂ. ആർട്ടിമിസ് 3 മിഷനിൽ എന്താ സംഭവിക്കുക വെച്ചാൽ അപ്പോളോ സീരീസിന് ശേഷം പിന്നെ മൂണിൽ ലാൻഡ് ചെയ്യുന്നത് ഈ ആർട്ടിമിസ് 3 മിഷനിലേക്കാണ്. നാസ ആർട്ടിമിസ് 3 പ്ലാൻ ചെയ്തിട്ടുള്ളത് 2027 ഇൻ കൊളാബറേഷൻ വിത്ത് സ്പേസ് എക്സ് ഏജൻസിനായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റ് കാപ്പബിലിറ്റി ആക്കി എടുത്തിട്ടാണ്. ആർട്ടിമിസ് 3 നാസ പ്ലാൻ ചെയ്തിട്ടുള്ളത് 2027. അതേപോലെ തന്നെ അതിൽ ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റും അതേപോലെ ലാൻഡേഴ്സ് ഡിസൈൻ ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ സ്പേസ് ഏജൻസി ആയിട്ടുള്ള സ്പേസ് എക്സ് അതേപോലെ ബ്ലൂ ഒറിജിൻസ് ആണ്. സോ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.